കണ്ണ. മുത്തശ്ശിയുടെ വിളി കേട്ട് ഞെട്ടി ഉണർന്നവൻ നാലുപാടും ഒരു പകപ്പോടെ നോക്കി. ആ നോട്ടം ചെന്നെത്തിയത് അടുപ്പിനരികിൽ നിന്ന് പുകയൂതുന്ന മുത്തശ്ശിയിലേക്കാണ്. ഇല്ല, ഒന്നും മാറിയിട്ടില്ല, പഴയതുപോലെ തന്നെ. അവൻ ഓർത്തു, കണ്ടതൊക്കെ സത്യമായിരുന്നെങ്കിലെന്ന് അവൻ ഒരു നിമിഷം ആശ്വസിച്ചു. പിന്നെ മണ്ടത്തരം. അവൻ പിറുപിറുത്തുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണ, ഈ കടുംചായ കുടിച്ചോ, മധുരം ഉണ്ടാവില്ല, പഞ്ചസാര തീർന്നു. ഇതന്നെയല്ലേ മുത്തശ്ശി എന്നും പറയാറ്? പിന്നെന്തിനാ വീണ്ടും പറയണേ? എനിക്കറിയാലോ, ശീലായില്ലേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടവൻ കുറച്ചുനേരം അവരെ നോക്കി നിന്നു. അമ്മ കുടിച്ചു. അവൻ തിരക്കി അവൾക്കും കൊടുത്തു. മുത്തശ്ശിയോ? എനിക്ക് കടുംചായ ഇഷ്ടമല്ല കണ്ണ. ഇന്നലെ വരെ താൻ കേൾക്കാത്ത ഇഷ്ടക്കേടിന്റെ കാരണം അവന് പറഞ്ഞു കൊടുത്തത് കാലിയായ ചായപ്പൊടിയുടെ പാത്രമായിരുന്നു. ചായയുമായി പുറത്തേക്കിറങ്ങുമ്പോൾ അടുക്കളയുടെ ഒരു മൂലയിലിരുന്ന് പിന്നെയും കുറെ കാലിയായ പാത്രങ്ങൾ തന്നെ നോക്കി പരിഹസിക്കുന്നതായി അവന് തോന്നി. ശങ്കരൻ നായരുടെ പലചരക്ക് കടയിൽ ഇനിയും കടം പറയാൻ കഴിയില്ല. അയാളുടെ പറ്റുബുക്കിൽ ഏറിയ പങ്കും മുത്തശ്ശിയുടെ പേര് സ്ഥാനം പിടിച്ചപ്പോഴും നിവർത്തികേടുകൊണ്ട് മാത്രമാണ് വീണ്ടും ആ കടവാതിൽക്കൽ ചെന്ന് കൈനീട്ടിയത്. അപ്പോഴൊക്കെയും മുറുമുറുപ്പോടെയും പരിഹാസത്തോടെയും സാധനങ്ങൾ നൽകിയതിന് കണ്ണൻ മൂകസാക്ഷിയായിട്ടുണ്ട്. പതിയെ അമ്മയ്ക്കരികിലേക്ക് അവൻ ചെന്നു. ജനാലയുടെ ഓരം ചേർന്നവർ വിദൂരതയിലേക്ക് കണ്ണ് നട്ടിരുന്നു. സ്ഥായിയായ നിസ്സംഗതി ആ കണ്ണുകളിൽ കാണാം. പതിയെ അവൻ അവരുടെ മടിയിൽ കിടന്നു. തെല്ലും ഭാവഭേദമില്ലാതെ അവർ ആ ഇരിപ്പ് തുടർന്നു. ആ കൈകൾ തന്നെ ഒന്ന് തലോടിയിരുന്നെങ്കിലെന്ന് അവൻ വല്ലാതെ ആശിച്ചുപോയി. കുറച്ചു കാലം മുൻപ് വരെ മുത്തശ്ശിയല്ലാതെ മറ്റാരെയും അടുപ്പിക്കില്ലായിരുന്നു. അവനെ ഉപദ്രവിക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ അന്നൊക്കെ. ഇപ്പോൾ ഈ മടിയിൽ കിടക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ, അവൻ ആശ്വസിച്ചു. അമ്മയുടെ കാലിലെ കരനീലിച്ച ചങ്ങലപ്പാടിൽ മെല്ലെ തഴുകിക്കൊണ്ടവൻ മനസ്സിൽ വെറുതെ ഓർത്തു, ഈ താളം തെറ്റിയ മനസ്സിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടാവൂ. അമ്മയുടെ കണ്ണിന് അമ്മ എന്നെങ്കിലും ഒരു ഉമ്മ തരുവോ? അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ? ഇടറിയ ശബ്ദത്തോടെ അവനത് ചോദിക്കുമ്പോൾ വാതിലോരം ചേർന്ന് നിന്ന മുത്തശ്ശിയുടെ ഉള്ളൊന്ന് നീറി. പതിയെ അടുക്കളയിലേക്ക് നടന്ന മുത്തശ്ശിയുടെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റം നുരഞ്ഞു പൊന്തി. ആ ആദിവാസി ഊരിലെ മറ്റു പല സ്ത്രീകളെയും പോലെ ചിരുതയും തൊട്ടടുത്തുള്ള തോട്ടത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അന്നൊരിക്കൽ ഏറെ വൈകി വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴും എങ്ങും ഇരുട്ട് പടർന്നിരുന്നു. പതിവിന് വിപരീതമായി മുറ്റത്തെ തുളസിത്തറയിലും അവരുടെ ഭർത്താവിന്റെ കുഴിമാടത്തിലെയും വിളക്കുകൾ തെളിയിച്ചിരുന്നില്ല. ലക്ഷ്മിയെ, എന്താ പെണ്ണെ വിളക്ക് വയ്ക്കാത്തെ? അവർ ചോദിച്ചതിന് മറുപടിയൊന്നും ലഭിക്കാഞ്ഞതോടെ മനസ്സിൽ ചെറിയൊരാശങ്ക നിറഞ്ഞു. ചാരിയ വാതിൽ മെല്ലെ തുറന്നപ്പോൾ പതിവ് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടം പോലും അവിടെയില്ലായിരുന്നു. വിളക്ക് കത്തിച്ച് ഇരുളിനെ കീറി മുറിച്ചുകൊണ്ടവർ മുറിയിലേക്ക് കടന്നു. മോളെ, മുറിയിൽ ഒരു ഞരക്കം കേട്ടിടത്തേക്ക് വിളക്ക് തിരിച്ചുകൊണ്ടവർ തെളിഞ്ഞു. ആ കാഴ്ച കണ്ട് അവരുടെ കാലുകൾ ഇടറി. അർദ്ധനഗ്നമായ മാറോട് കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. പാറിപ്പറന്ന തലമുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും. ചുണ്ടുകളിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട്. ചിരുത തന്റെ മകളെ ചേർത്ത് പിടിച്ച് ഉറക്കെ കരഞ്ഞു. അന്ന് നഷ്ടമായ ജീവിതത്തിനൊപ്പം അവളുടെ മനസ്സിനും താളപ്പിഴകൾ സംഭവിച്ചു. തീർത്ഥം അവകാശപ്പെടാൻ ആരുമില്ലാത്തൊരു കുഞ്ഞിനെ ജന്മം നൽകിയതും അവന്റെ വളർച്ചയിൽ ഒന്നും അവൾ അറിഞ്ഞില്ല. എന്തിനധികം മുലപ്പാലിന്റെ മാധുര്യവും അമ്മയുടെ ചൂടും പരിലാളനവും എല്ലാം അവൻ അന്യമായിരുന്നു. ആ ആദിവാസി ഊരിലെ അവിവാഹിതരായ അമ്മമാരിൽ ഒരാളായി അവളും മാറി. പിതൃത്വം നിഷേധിക്കപ്പെട്ടവന് സമൂഹം ഒരു വിളിപ്പേരും നൽകി, ഭ്രാന്തിയുടെ മകൻ. ഇരുളിന്റെ മറവിൽ ആരോ സമ്മാനിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുമായി ശിഷ്ടജീവിതം തള്ളി നീക്കുന്നവരിൽ ഒരുവൾ. ചിലർക്ക് സമനില തെറ്റും, ലക്ഷ്മിയെപ്പോലെ. ചിലർ ജീവൻ ഒടുക്കും, മറ്റു ചിലരോ പരാതികളില്ലാതെ കഴിഞ്ഞുകൂടും. അല്ലെങ്കിലും ആരോടാണ് പരാതിപ്പെടേണ്ടത്? ഓരോന്നാലോചിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് മുത്തശ്ശി വീണ്ടും വീണ്ടും അടുപ്പൂതുന്നത് കണ്ണൻ കണ്ടു. അടുപ്പിൽ വെള്ളം തിളച്ചു മറിയുന്നു. ഇന്നലെ തന്നെ മിച്ചമുണ്ടായിരുന്ന അരിയും കഴിഞ്ഞല്ലോ എന്നവൻ ഓർത്തു. എന്നിട്ടും ആ അടുപ്പിൽ തീ കൊളുത്തിയിരിക്കുന്നു, വെള്ളം വെച്ചിരിക്കുന്നു. അവയെല്ലാം പലപ്പോഴും അവർക്ക് വ്യർത്ഥമായ ഒരു ആശ്വാസം നൽകുന്നുണ്ടെന്ന് കണ്ണന് തോന്നി. അത് കണ്ട് അടുപ്പിനരികിലിരുന്ന ഒഴിഞ്ഞ ചോറ്റുപാത്രവും എടുത്ത് ഒന്നും മിണ്ടാതവൻ സ്കൂളിലേക്ക് നടന്നു. പിഞ്ഞിപ്പിഴിഞ്ഞ ബാഗിന്റെ രണ്ടാമത്തെ വള്ളിയും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അവൻ മെല്ലെ ബാഗിനെ താങ്ങിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് നടന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ പലപ്പോഴും കണ്ണന് വയറ് കാളുന്നുണ്ടായിരുന്നു. പക്ഷേ മിക്ക ദിവസങ്ങളിലും ഇത് ശീലമായതുകൊണ്ട് എല്ലാം സഹിച്ച് സമയം കഴിച്ചുകൂട്ടും. എങ്കിലും ക്ലാസ്സിൽ കഴിയും വിധം അവൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നെന്തോ മനസ്സിനൊന്നും അനുവദിക്കുന്നില്ല. ശരിക്കും ആ സ്വപ്നം നടന്നിരുന്നെങ്കിലോ? പാവം മുത്തശ്ശി. വീണ്ടും ചിന്തകൾ അവനെ ആശയക്കുഴപ്പത്തിലാക്കി. ഉച്ചയ്ക്ക് പിറകിലെ ബെഞ്ചിന്റെ ഒരറ്റത്ത് ചെന്നിരുന്നു. ചോറ്റുപാത്രം തുറന്ന് വെറുതെ അവനൊന്ന് നോക്കി. ഉണ്ണികൃഷ്ണ, പൊരിച്ച മീനാണടാ, അതോ ഇറച്ചിക്കറിയോ? ഒറ്റയ്ക്കിരുന്ന് കഴിക്കുവാണോ? കണ്ണന്റെ വീടിന് അടുത്തുള്ള വിനു. എല്ലാം അറിയാമെങ്കിലും ഒരു പരിഹാസച്ചിരിയോടെ അവനെ കുത്തി നോവിച്ചു. മറ്റു കുട്ടികൾ പ്രതീക്ഷയോടെ കണ്ണന്റെ പാത്രത്തിലേക്ക് നോക്കി. നിറഞ്ഞു വന്ന കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ നിസ്സഹായനായി പൈപ്പിൻ ചുവട്ടിലേക്ക് നടന്നു. അപ്പോൾ വയറ് മാത്രമല്ല, ആ കുഞ്ഞു മനസ്സും വല്ലാതെ കാളുന്നുണ്ടായിരുന്നു.
ഉച്ചയ്ക്ക് ശേഷം മലയാളം പീരീഡാണ്. ഗീത ടീച്ചർക്ക് വേണ്ടി കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. അത്രത്തോളം ഇഷ്ടമായിരുന്നു കുട്ടികൾക്ക് ടീച്ചറിനെ. അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ചിന്തിക്കാനും കൂട്ടുകൂടുന്ന അധ്യാപിക ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. ഇതാരുടെ വാക്കുകളാണെന്നറിയാമോ? ടീച്ചർ കുട്ടികളോടായി ചോദിച്ചു. അബ്ദുൽ കലാം. രോഹിണി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. മിടുക്കി. അതെ, APJ അബ്ദുൽ കലാം പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഉറക്കത്തിലും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടല്ലേ? ആ, കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ കണ്ട അത്തരം ഒരു സ്വപ്നം, ഉണർന്നപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന സ്വപ്നം, അത് യാഥാർത്ഥ്യമായെങ്കിലെന്ന് ആഗ്രഹിച്ചൊരു സ്വപ്നം, അതിനെക്കുറിച്ച് നാളെ വരുമ്പോൾ എല്ലാവരും മറക്കാതെ എഴുതിയിട്ട് വരണം. അത് കണ്ണൻ്റെ ഉള്ളിൽ അതിശയം നിറച്ചു. താൻ ഇന്ന് കണ്ട സ്വപ്നം ഒരിക്കലെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമായെങ്കിലെന്ന് അവൻ മോഹിച്ചിരുന്നു. അവൻ്റെ മുത്തശ്ശിക്ക് വേണ്ടി. നായരുടെ പീടികയിലെ പലചരക്ക് സാധനമെല്ലാം ചാക്കിലാക്കി കെട്ടിവെക്കുക. നായരെ, ഇതെല്ലാം കൂടി എങ്ങോട്ടേക്കാ കളയുക? ചില്ലറ സാധനമൊക്കെ ഞാൻ നമ്മുടെ പറമ്പിലങ്ങ് കുഴികുത്തി മൂടി. ബാക്കിയൊക്കെ കൊണ്ടുപോകാൻ വണ്ടി വരും. ആ റെയിൽവേയുടെ പുറമ്പോക്കിലേക്കാവും അല്ലേ? അവിടെ ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞു. ആരും കാണാതെ ചിലരൊക്കെ പുഴയിലേക്കും കുറെ തള്ളുന്നുണ്ട്. ഇനിയിപ്പോൾ പേനയും കടലാസും കുറച്ച് ബുക്കും മാത്രമേ കടയിൽ ബാക്കിയുള്ളൂ. ആ ബീരാനാകെ പെട്ടിരിക്കുക. കാവിലെ പൂരത്തിന് ആള് കൂടുമെന്ന് പറഞ്ഞു. എണ്ണപ്പലഹാരം എത്ര ഉണ്ടാക്കി കൂട്ടിയത്? ഇപ്പോൾ ഉറുമ്പിന് പോലും വേണ്ട. അല്ല, ആ നാവിൽ തൊടാൻ പറ്റില്ലല്ലോ. വിശപ്പൊരു ഓർമ്മ മാത്രമായി അല്ലേ? അപ്പോഴേക്കും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള വണ്ടി വന്നു. ചാക്ക് നിറച്ച് പച്ചക്കറികളുമായി കുറച്ച് വണ്ടികൾ മുൻപേ പോയി. നായരുടെ കടയിൽ നിന്ന് അരിയും പഞ്ചസാരയും അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കയറ്റി. അരി, പഞ്ചസാര. കണ്ണൻ്റെ ചുണ്ടുകളിൽ നിസ്സംഗമായ പുഞ്ചിരി വീഴിഞ്ഞു. ഇവയൊക്കെയായിരുന്നു ഇന്നലെ വരെ മുത്തശ്ശിയുടെ കണ്ണീരിൻ്റെ കാരണക്കാർ. ആ പറ്റുബുക്കിൽ ഇനിയൊരു പേര് എഴുതേണ്ടി വരില്ലല്ലോ എന്ന് അവൻ ഓർത്തു. നെടുവീർപ്പിട്ടു. പതുക്കെ നടന്നകലുമ്പോൾ വീരാനിക്കയുടെ കടയിലെ ഒഴിഞ്ഞ ചില്ല് കണ്ണാടിക്കൂട് കണ്ടു. അവന് നേരിയൊരു ആശ്വാസം തോന്നി. വൈകുന്നേരങ്ങളിൽ ആ കണ്ണാടിക്കൂട്ടിലെ ഉഴുന്നുവടയും വെട്ടുകേക്കും തന്നെ നോക്കി ചിരിക്കുന്നതായി അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നലെയും താൻ അവ നോക്കി വെള്ളമിറക്കി നിന്നതല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവയുടെ രുചിയൊന്ന് അറിയണമെന്ന് അവന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ മോഹം എവിടെയോ മറഞ്ഞു. ഭക്ഷണത്തോട് മനുഷ്യൻ ഇന്നൊരു വികാരമേ ഉള്ളൂ, വെറുപ്പ്, സമ്പൂർണമായ വെറുപ്പ്. എല്ലാം കണ്ട് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ചെറിയ സന്തോഷത്തിലേക്ക് അവൻ ക്ലാസ്സിലേക്ക് മടങ്ങി. ഇന്ന് എല്ലാ ക്ലാസ്സിലും നന്നായി ശ്രദ്ധിച്ചു. പതിവ് വയറ് കാളിലില്ല. ഉച്ചഭക്ഷണത്തിന് സമയത്ത് കുട്ടികൾ സൊറ പറഞ്ഞും കളിച്ചും ചിരിച്ചും കഴിച്ചുകൂട്ടി. എന്നും ഒഴിഞ്ഞ ചോറ്റുപാത്രത്തിലേക്ക് നോക്കി കണ്ണീരോടെ തലകുമ്പിട്ടിരിക്കുന്ന തന്നെ കളിയാക്കുന്ന വിനുവിൻ്റെയും കൂട്ടുകാരുടെയും മുന്നിൽ അവൻ ആദ്യമായി തല ഉയർത്തി നിന്നു. അന്നത്തിന് വകയില്ലാത്തവനായി ഇനി ഒരിക്കലും അപമാനിക്കപ്പെടല്ല എന്ന ആത്മവിശ്വാസത്തോടെ, മനസ്സിൽ നിറഞ്ഞ സമാധാനത്തോടെ അവൻ കുടിയിലേക്ക് പാഞ്ഞു. എത്രയും വേഗം അമ്മയോട് ചേർന്നിരുന്ന് വർത്തമാനം പറയണമെന്ന് അവന് തോന്നി. അടുക്കളയിലെ ഒഴിഞ്ഞ പാത്രങ്ങളെ നോക്കി അവൻ ചിരിച്ചു. അടുപ്പിൽ വെള്ളം തിളച്ചു മറിയുന്ന കാഴ്ച ഓർത്തൽപ്പനേരം നിന്നു. കണ്ണ, നീ വന്നു. മുത്തശ്ശിയാണ്. മുത്തശ്ശി തനിക്കായി കരുതി വെച്ച സമ്മാനം കണ്ടവൻ മതി മറന്നു. പുതിയ ചെരുപ്പും ബാഗും. കണ്ണ, നിന്റെ സഞ്ചി കീറിയില്ലേ? ചെരുപ്പിന്റെ വാറും പൊട്ടി. കമ്പി വെച്ച് കെട്ടി എത്രയാ നടക്കുക? അരിയും പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ വാങ്ങാൻ മുത്തശ്ശി കരുതിയതാ. ഇനിയൊന്നും വേണ്ടല്ലോ അമ്മേ. ഇനി അമ്മയുടെ കണ്ണനെ ആരും കളിയാക്കൂല കേട്ടോ. നായരും മുത്തശ്ശിയെ ഇനി പള്ളു പറയില്ല. ഒഴിഞ്ഞ ചോറ്റുപാത്രവും കൊണ്ടുപോകണ്ട. വെട്ടുകേക്കിൻ്റെ രുചി അറിയാനും കണ്ണന് മോഹമില്ല. അമ്മയുടെ മടിയിൽ തലവെച്ച് നിറപുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. എന്ത് നല്ലതല്ലേ അമ്മേ ഈ ലോകം. വിശപ്പില്ലാത്ത, പട്ടിണിയില്ലാത്ത ലോകം. ഒരു വറ്റുപോലും ഉള്ളിലേക്ക് ഇറക്കാതെ കഴിഞ്ഞുകൂടിയ ഇത്രയും ദിവസത്തേക്കാൾ വിശപ്പും വേദനയും അറിയാത്ത ഇന്നത്തെ ദിവസം ഒത്തിരി ഇഷ്ടം അമ്മ എനിക്ക്. സ്വപ്നത്തിൽ നിന്നും എന്നെ ഉണർത്തിയ കണ്ണ എന്ന മുത്തശ്ശിയുടെ വിടിയിലൂടെ വീണ്ടും ഞാൻ അറിഞ്ഞു, വിശപ്പില്ലാത്ത ലോകം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സ്വപ്നമായിരുന്നുവെന്ന്. കണ്ണൻ വായിച്ചവസാനിപ്പിക്കുമ്പോഴേക്കും ക്ലാസ്സിലെങ്ങും പരിപൂർണ നിശബ്ദത പടർന്നിരുന്നു. ഗീത ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് കണ്ടവൻ അതിശയിച്ചു. അവൻ ഓരോരുത്തരെയും നോക്കി. ചില കണ്ണുകളിൽ സഹതാപം, ചില കണ്ണുകളിൽ സങ്കടം. ആരും പരസ്പരം ഒന്നും പറയാതെ നിമിഷങ്ങൾ കടന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണൻ പിന്തിരിഞ്ഞ് വിനുവിനെ നോക്കി. അവൻ കുനിഞ്ഞിരിക്കുകയാണ്. പുച്ഛമായിരിക്കും എന്നോട്, കണ്ണൻ മനസ്സിലോർത്തു. പക്ഷെ 2 തുള്ളി കണ്ണുനീർ വീണ് അവൻ്റെ നോട്ട് ബുക്കിലെ കടലാസ് നനഞ്ഞു. അതെ, അവൻ പിന്നെയും കരയുകയാണ്, വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അത് കണ്ട കണ്ണൻ്റെ കൺകോണിലും അറിയാതെ നനവ് പടർന്നു. അധികമൊന്നും സംസാരിക്കാൻ ഇടവരുത്താതെ ഉച്ചയൂണിനുള്ള ബെല്ല് മുഴങ്ങിയപ്പോൾ പതിവ് പോലെ അവൻ എല്ലാവരേക്കാൾ മുന്നേ പൈപ്പിൻ ചുവട്ടിലേക്ക് ഓടി. അവിടേക്ക് കുറെ ചുറ്റി നടന്ന് കൈ കഴുകി ക്ലാസ്സിലേക്ക് വന്ന ഒരു പതിവ് പ്രഹസനം പോലെ മുന്നിലെഴുന്ന ചോറ്റുപാത്രം തുറക്കുമ്പോൾ അവനൊന്ന് സംശയിച്ചു. ഇതെൻ്റെ ചോറ്റുപാത്രം തന്നെയാണോ? പലതരം കറികളും ചോറും. അവൻ സംശയത്തോടെ പാത്രം അടച്ച് വീണ്ടും പരിശോധിച്ചു. ഇതെൻ്റെ തന്നെ പാത്രമാണ്. പക്ഷേ ഈ ചോറും കൂട്ടാനുമൊക്കെ? സംശയത്തോടെ കഴിക്കാതെ ചുറ്റും നോക്കുമ്പോൾ ആരുമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ വിനു അവൻ അരികിലേക്ക് വന്നു. ആദ്യമായാണ് അവൻ തന്നെ നോക്കി സ്നേഹത്തോടെ ചിരിക്കുന്നത്. കലർപ്പില്ലാത്ത പുഞ്ചിരി. അത് നിനക്കുള്ളതാണ്, കഴിച്ചു. പിന്നെ ഇനിയൊന്നും ഈ ചോറ്റുപാത്രം ഉച്ചയ്ക്ക് ബെഞ്ചിമേ വെച്ച് പൊക്കോളൂ.
ഒരു 29 കുട്ടികളുടെയും നമ്മുടെ ടീച്ചറുടെയും ചോറും കൂട്ടാനും ഉണ്ടാകും. പിന്നെ അത്രയൊന്നും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പ് തരാം, ഇനി ഈ വിനി ഉണ്ണുമ്പോൾ ഈ ഉണ്ണികൃഷ്ണനും ഉണ്ണും. നടന്നകലുന്ന വിനുവിനെയും തന്നെ നോക്കി സ്നേഹത്തോട് പുഞ്ചിരിക്കുന്ന ഓരോ മുഖങ്ങളിലേക്കും നോക്കി അവൻ ഒരു പിടി ചോറ് ഉരുള ഉരുട്ടി കഴിക്കുമ്പോൾ ആ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.